അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 14-ാമത്തെ പാഠം സിലുൽ അർഹാം. ബലിപെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. അബ്ദുൽ കരീമും ഉപ്പയും വീട്ടിൽ മടങ്ങിയെത്തി. അവൻ ഉമ്മയോട് പറഞ്ഞു, നമുക്ക് വലിയുമ്മയെ കാണാൻ പോകേണ്ടേ? ഉമ്മ, ഉളഹിയ്യ കഴിഞ്ഞ് മാംസം വിതരണം ചെയ്തതിനു ശേഷം പോകാം. ഭക്ഷണം കഴിച്ച ശേഷം അവർ പുറപ്പെട്ടു. ഉപ്പ, നമുക്ക് വലിയുമ്മയെ കണ്ട ശേഷം വലിയമ്മാവൻ്റെയും മൂത്തമ്മയുടെയും വീട്ടിൽ പോകണം. അതെ, എല്ലാ കുടുംബക്കാരെയും സന്ദർശിക്കണം. അബ്ദുൽ കരീം, ആരാണീ കുടുംബക്കാർ? ഉപ്പ, മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. കുടുംബബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്. അത് പുണ്യകരമായ അമലാണ്. കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാകും, ആയുസ് വർദ്ധിക്കും. കുടുംബക്കാരെ സന്ദർശിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, സൽക്കരിക്കുക, അവർക്ക് സന്ദേശമയക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക എന്നിവയെല്ലാം കുടുംബബന്ധം നിലനിർത്താനുള്ള മാർഗങ്ങളാണ്. കുടുംബബന്ധം മുറിക്കൽ ഹറാമാണ്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. അവർക്ക് കഠിന ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ തൻസിലു റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹീം. കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇനി അവിടെ വാക്കുകൾ അതിൻ്റെ അർത്ഥവും കാണാം, അത് വായിച്ച് മനസ്സിലാക്കുക. സിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കൂ. വാലിദാനി, മാതാപിതാക്കൾ. ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ. ഉംർ, ആയുസ്. റിസാല, സന്ദേശം. ഉളഹിയ്യ, ബലികർമ്മം. ളിയാഫ, സൽക്കാരം. നിഅമ, അനുഗ്രഹം. അഖാരിബ്, കുടുംബക്കാർ. ഹറാം, ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമായ കാര്യം. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു റാബിഅ അശറ, 14-ാമത്തെ പാഠം സിലുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. 1. നക്തുബുൽ മഅന, അർത്ഥം എഴുതുക. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 2. ലാ തൻസിലു റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹീം. കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. ഇനി നുജീബ്, 2-ാമത്തെ വർക്ക്. ഉത്തരം എഴുതുക. 1. ആരാണ് കുടുംബക്കാർ? ഉത്തരം, മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 2. കുടുംബബന്ധം പുലർത്തുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാം? കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാകും, ആയുസ് വർദ്ധിക്കും. 3-ാമത്തെ ചോദ്യം, കുടുംബബന്ധം ചേർക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യും? ഉത്തരം, കുടുംബക്കാരെ സന്ദർശിക്കും, സഹായ സഹകരണങ്ങൾ ചെയ്യും, സൽക്കരിക്കും, അവർക്ക് സന്ദേശമയക്കും, നല്ല കാര്യങ്ങൾ ഉപദേശിക്കും. 4. അബ്ദുൽ കരീമും കുടുംബവും ബലിപെരുന്നാൾ ദിനത്തിൽ എന്തെല്ലാം ചെയ്തു? ബലിപെരുന്നാൾ നിസ്കരിച്ചു, ഉളഹിയ്യ അറുത്തു, ഭക്ഷണം കഴിച്ചു, കുടുംബക്കാരെ സന്ദർശിച്ചു. ഇനി 5-ാമത്തെ വർക്ക് കാണാം. കുടുംബബന്ധം മുറിക്കുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? കുടുംബബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. 6. അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയില്ല ആർക്ക്? ഉത്തരം, കുടുംബബന്ധം മുറിക്കുന്നവർക്ക്. ഇനി 3-ാമത്തേത്, നുഇദ്ദു റിസാലത്തിൻ ഇലക്ട്രോണിയ. ഒരു മെസ്സേജ് തയ്യാറാക്കുക. കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു മെസ്സേജ് തയ്യാറാക്കുക. അത് പാഠത്തിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും. മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ.
കുടുംബബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്. അത് പുണ്യകരമായ അമലാണ്. കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാകും, ആയുസ്സ് വർദ്ധിക്കും. കുടുംബക്കാരെ സന്ദർശിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, സൽക്കരിക്കുക, അവർക്ക് സന്ദേശം അയക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക എന്നിവയെല്ലാം കുടുംബബന്ധം നിലനിർത്താനുള്ള മാർഗങ്ങളാണ്. ഇനി 4ാമത്തെ വർക്ക് കാണാം. നുഇദ്ദു മുദക്കിറൻ, ഒരു ചർച്ച സംഘടിപ്പിക്കുക. നിങ്ങൾ കുടുംബക്കാരെ സൽക്കരിക്കാറുണ്ടോ? ഒരു കുടുംബ സൽക്കാരത്തിൻ്റെ വിശേഷങ്ങൾ എഴുതുക. ഓരോ വിദ്യാർത്ഥികളും അവരുടെ കുടുംബ സൽക്കാരത്തിൻ്റെ വിശേഷങ്ങളാണ് എഴുതേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.